Assalamualaikum warahmatullahi wabarakatuh. In 1997, 1997 മനസ്സിലായോ? 1997 an Indian American Kalpana Chawla മനസ്സിലായോ? ഇന്ത്യയുടെയും അമേരിക്കയുടെയും പൗരത്വമുള്ള മനസ്സിലായോ? ഇന്ത്യൻ അമേരിക്കൻ കൽപ്പന ചൗള മനസ്സിലായോ? അപ്പോൾ രണ്ട് രാജ്യത്തിലെയും പൗരത്വമുള്ള ആര്? കൽപ്പന ചൗള വാസ് ആയിരുന്നു. In 1997 കൽപ്പന ചൗള വാസ് ആയിരുന്നു പാർട്ട് ഓഫ് ഇന്റർനാഷണൽ ക്രൂ മനസ്സിലായോ? ക്രൂ എന്ന് പറഞ്ഞാൽ വിമാനത്തിലെയോ കപ്പലിലെയോ തൊഴിലാളികൾ എന്ന് പറയുന്നവരാണിത് ക്രൂ മനസ്സിലായോ? CREW. അപ്പോൾ ഇന്റർനാഷണൽ ക്രൂ അവളെന്തായിരുന്നു? അന്തർദേശീയ മനസ്സിലായോ? ഇന്റർനാഷണൽ എന്തായിരുന്നു? ക്രൂയുടെ ഭാഗമായിരുന്നു, ഒരു അംഗമായിരുന്നു ആര്? കൽപ്പന ചൗള. 1997 കൽപ്പന ചൗള വാസ് ആയിരുന്നു എന്തായിരുന്നു? പാർട്ട് ഓഫ് ഇന്റർനാഷണൽ ക്രൂ മനസ്സിലായോ? അപ്പോൾ ഇന്റർനാഷണൽ ദേശീയ അന്തർദേശീയ പല രാജ്യത്തുള്ളവരുടെയും ഒരു കൂട്ടം, അങ്ങനെയുള്ള ഒരു വിമാനത്തിലെ ഒരു തൊഴിലാളി മനസ്സിലായോ? ഒരു ജോലിക്കാരിയായിരുന്നു ആര്? കൽപ്പന ചൗള. 1997 എങ്ങനെ? അബ്രോഡ് എന്ത് ചെയ്യുന്നു? അബോർഡ് എന്ന് പറഞ്ഞാല് വാഹനം കയറുക. അബോർഡ് വാഹനം കയറിയിരിക്കുന്നു. ഏതാണ് വാഹനം? ദി US ഷട്ടിൽ മനസ്സിലായോ? ഷട്ടിൽ എന്ന് പറഞ്ഞാല് ഷട്ടിൽ എന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന ഒരു വാഹനം മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന ഒരു വാഹനമാണ് ഇത് ഷട്ടിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ US ഷട്ടിൽ, അപ്പൊ അമേരിക്കയുടെ ഷട്ടിലായ വാഹനം ഏതാണ്? വാഹനം കൊളംബിയ എന്ന വാഹനം മനസ്സിലായോ? കൊളംബിയ എന്ന ബഹിരാകാശ ആ വാഹനത്തിലെ ഒരു ജോലിക്കാരിയായിരുന്നു. ഇന്റർനാഷണൽ ക്രൂയുടെ ജോലിക്കാരിയുടെ ഒരു അംഗമായിരുന്നു ആര്? കൽപ്പന ചൗള. 1997 ബിക്കമിങ് ആയിക്കൊണ്ട് ദി ഫസ്റ്റ് വുമൻ ആദ്യ സ്ത്രീ ആയിക്കൊണ്ട് ബോൺ ജനിച്ചിരിക്കുന്നു. ഇൻ ഇന്ത്യയിൽ ജനിച്ച ആദ്യ സ്ത്രീ. അവൾ എന്ത് ചെയ്യുന്നു? ടു ഗോ പോകുന്നവളാകുന്നു. എവിടേക്ക്? ഇൻടു ദി സ്പേസ് ബഹിരാകാശത്തേക്ക്. സ്പേസ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് പോകുന്ന ബിക്കമിങ് ദി ഫസ്റ്റ് വുമൻ ഗോ ടു ദി സ്പേസ് മനസ്സിലായോ? ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യ സ്ത്രീയാവുന്നു, ഇന്ത്യൻ സ്ത്രീയാവുന്നു ആര്? കൽപ്പന ചൗള. സാഡ്ലി വളരെ ദുഃഖം എന്ന് പറയട്ടെ, ദുഃഖകരം എന്ന് പറയട്ടെ. ദി സെക്കൻഡ് മിഷൻ രണ്ടാം ദൗത്യം മനസ്സിലായോ? സെക്കൻഡ് മിഷൻ രണ്ടാം ദൗത്യം എന്താണ്? ഇൻ കൊളംബിയ എന്ന ആ US ഷട്ടിൽ, US വാഹനത്തിൽ. ഷട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന വാഹനം. അപ്പോൾ സ്പേസ് ഷട്ടിൽ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തേക്ക് പോയി അതേ വാഹനത്തിൽ തിരിച്ചു വരുന്ന ഏതാണ് വാഹനത്തിനാണ് പറയാ? ഷട്ടിലോട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? കൊളംബിയയിലുള്ള ആ കൊളംബിയ എന്ന US ഷട്ടിലിലെ രണ്ടാമത്തെ ദൗത്യം എൻഡഡ് ഇൻ ട്രാജഡി. അതെന്ത് ചെയ്യുന്നു? വളരെ ഒരു ദുരന്തത്തിലായിക്കൊണ്ട്. ട്രാജഡി എന്ന് പറഞ്ഞാൽ ദുരന്തത്തിലായിക്കൊണ്ട് എൻഡഡ്, അത് അവസാനിച്ചു. ദുഃഖകരം എന്താണ്? ആ ദുഃഖകരം ദാറ്റ് എൻഡഡ് ഇൻ എ ട്രാജഡി, ഒരു ദുരന്തത്തിലായിക്കൊണ്ട് അത് പര്യവസാനം ഉണ്ടായി. അപ്പൊ നമ്മുടെ കഥ ഇന്ത്യൻ അമേരിക്കൻ, ഇന്ത്യയുടെയും അമേരിക്കന്റെയും പൗരത്വമുള്ള മനസ്സിലായോ? പൗരത്വം ലഭിച്ച വുമൻ സ്ത്രീ ഇൻ സ്പേസ്. അവൾ എന്ത് ചെയ്യുന്നു? ബഹിരാകാശത്തിലാവുന്നു. അതാണ് ആ സ്ത്രീ കൽപ്പന ചൗള എന്ന ഇന്ത്യയുടെയും US-ന്റെയും പൗരത്വം ലഭിച്ച സ്ത്രീ ഇൻ സ്പേസ് ബഹിരാകാശ യാത്രയിൽ പങ്കെടുക്കുന്നു. ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ന്യൂസ് റിപ്പോർട്ട് കൂടെ നമുക്ക് കഥ തുടങ്ങാം. മനസ്സിലായോ?
ട്രാജഡി ഇൻ സ്പേസ്, ബഹിരാകാശത്തിലുള്ള ഒരു ട്രാജഡി, ദുരന്തം. ട്രാജഡി, ദുരന്തം ഇൻ സ്പേസ്, ബഹിരാകാശ ദുരന്തം. ഇൻ ഏത് സ്പേസ് യുഎസ് സ്പേസ് ഷട്ടിൽ കൊളംബിയ ബ്രേക്സ് ഇൻടു ഫ്ലൈംസ്. അപ്പോൾ യുഎസ് സ്പേസ് ഷട്ടിൽ, യുഎസിന്റെ അമേരിക്കയുടെ ബഹിരാകാശ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഷട്ടിൽ വാഹനം, അതേതാണ് അതിന്റെ പേര്? കൊളംബിയ എന്ന വാഹനം ബ്രേക്സ് ഇൻടു ഫ്ലൈംസ്, അത് ചെയ്യുന്നു തീജ്വാലകളായി പൊട്ടിത്തെറിക്കുന്നു. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക, മനസ്സിലായി? പിളർക്കുന്നു. എന്തായിട്ട് എന്തിലേക്കാണ് അത് പിളർക്കുന്നത്? ഫ്ലൈംസ്, ജ്വാലകളായി. അപ്പൊ ഈ ജ്വാലകളായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? പൊട്ടിത്തെറിക്കപ്പെട്ട യുഎസ് ഷട്ടിലായ കൊളംബിയയെ കുറിച്ചാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആ കൊളംബിയ എന്ന ആ വാഹനം എന്ത് ചെയ്യുന്നു? തീജ്വാലകളായിക്കൊണ്ട് പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അതാണ് 1997 വന്ന ഒരു ന്യൂസ് റിപ്പോർട്ട്. അൺപ്രസിഡന്റഡ് എന്ന് പറഞ്ഞാൽ മുന്നേ സംഭവിക്കാത്ത, മനസ്സിലായോ? ഈ സംഭവത്തിന് മുമ്പ് ഉണ്ടാവാത്തതിനേക്കാൾ എന്താ പറയാ? അൺപ്രസിഡന്റഡ്, മനസ്സിലായോ? സ്പേസ് ട്രാജഡി, ബഹിരാകാശ ദുരന്തം. അപ്പൊ മുൻകാലത്ത് ഇല്ലാത്ത ഒരു ബഹിരാകാശ ദുരന്തം. യുഎസിന്റെ ബഹിരാകാശ ഷട്ടിൽ വാഹനം, അതിന്റെ പേര് കൊളംബിയ എന്ന യുഎസിന്റെ ബഹിരാകാശ വാഹനം. അത് എന്ത് ചെയ്യുന്നു? ക്യാരിങ്, അത് എന്ത് ചെയ്യുന്നു? വഹിക്കുന്നു. ക്യാരിങ്, അത് വഹിക്കുന്നു. എന്ത്? ഇന്ത്യൻ ബോൺ, ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ ആസ്ട്രോണറ്റ്, അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ, മനസ്സിലായോ? അങ്ങനെയുള്ള ഒരാളെയും അത് വഹിക്കുന്നു. ബഹിരാകാശ യാത്രികൻ കൽപ്പന ചൗള. അപ്പൊ ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ആരെ? കൽപ്പന ചൗളയെയും അത് ചുമക്കുന്നു. ആൻഡ് 6 others. അപ്പൊ കൽപ്പന ചൗളയെയും പിന്നെ ആൻഡ് അതേഴ്സ് 6 പേര്. അപ്പൊ ഇന്ത്യയിൽ ജനിച്ച് പിന്നെ അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ കൽപ്പന ചൗളയും പിന്നെ 6 പേരെയും മൊത്തം 7 പേരെ വഹിക്കുന്ന യുഎസ് ഷട്ടിലായ കൊളംബിയ ബ്രോക്ക് അപ്പാർട്ട്, അത് നീങ്ങുന്നു, പിളർന്നിരിക്കുന്നു. ഇവിടെ ഇൻഫ്ലൈൻസ്, ഈ ജ്വാലകളായിക്കൊണ്ട് അത് പിളർന്നിരിക്കുന്നു, പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഈ ജ്വാലകളായിക്കൊണ്ട് അത് പൊട്ടിത്തെറിച്ചിരിക്കുന്നു. എവിടെ വെച്ച്? എപ്പോൾ? streaked over textiles. streaked, അത് എന്തായപ്പോൾ? കുതിക്കുക. സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ കുതിക്കുക. സ്ട്രീക്ക്, യുഎസ് ഷട്ടില് കുതിക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ചു. അല്ലാതെ നിർത്തിയിട്ടെടുക്കുമ്പോഴല്ലാതെ ആകാശത്ത് ഇങ്ങനെ കുതിച്ചു പായുമ്പോഴായിരുന്നു പൊട്ടിത്തെറിച്ചത്. സ്ട്രീക്ക്, കുതിച്ചു പായുമ്പോൾ. ഓവർ ടെക്സ്റ്റാസ് എന്ന സ്ഥലത്തിനും മേലെ വെച്ച് കുതിച്ചു പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. എവിടേക്കാണ് അത് പോകുന്നത്? ടുവാർഡ്സ് ഇറ്റ്സ് ലാൻഡിംഗ് സ്ട്രീപ്പ്. അതിന്റെ ലാൻഡിംഗ് സ്ട്രീപ്പ് എന്ന് പറഞ്ഞാല് വിമാനങ്ങളും മറ്റു വിമാനങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ ഉയരാനും പിന്നെ ലാൻഡിങ്ങിനും പിന്നെ ഇറങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന നീണ്ട നിരപ്പായ സ്ഥലത്തിലേക്കാണ് എന്താ പറയുക? സ്ട്രിപ്പ് എന്ന് പറയുക. അപ്പൊ ടുവാർഡ്സ്, അത് നീണ്ടു കുതിക്കുന്നു. സ്ട്രീക്സ്, അത് കുതിക്കുന്നു. എവിടേക്ക്? ടുവാർഡ്സ് ലാൻഡിംഗ് സ്ട്രീപ്സ്, അതിന്റെ ലാൻഡിങ്ങിനുള്ള സ്ഥലത്തേക്ക് അത് കുതിക്കുമ്പോൾ അത് ചെയ്യുന്നു ബ്രേക്ക് ഇൻടു ഫ്ലൈംസ്, അത് ചെയ്യുന്നു തീജ്വാലകളായിക്കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. എപ്പോഴായിരുന്നു അത്? ഓൺ എ സാറ്റർഡേ, ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. 1 ഫെബ്രുവരി, മനസ്സിലായോ? ശനിയാഴ്ച ഫെബ്രുവരി 1 ശനിയാഴ്ച. എപ്പോൾ? 2003, മനസ്സിലായോ? അപ്പോ 2003 ഫെബ്രുവരി 1 ശനിയാഴ്ചയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. 2003 ഫെബ്രുവരി 1 ശനിയാഴ്ച, മനസ്സിലായോ ഈ സംഭവം നടന്നത്?
എവിടെ വെച്ചാണ് നടന്നത്? ടെക്സാസ് എന്ന സ്ഥലത്തിനു മേലെ കൂടെ വാഹനം ലാൻഡിംഗ് ചെയ്യാൻ വേണ്ടി കുതിച്ചു പോകുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. കില്ലിംഗ് ഓൾ 7 ഓൺ ബോർഡ്. മനസ്സിലായോ? കില്ലിംഗ് കൊന്നുകൊണ്ടു. മനസ്സിലായോ? എല്ലാവരും മരിച്ചു. ഓൾ 7 എല്ലാ 7 പേരും, നേരത്തെ കൽപ്പന ചോളിയും മറ്റാറ് പേരും അടങ്ങുന്ന 7 പേരെയും കൊന്നുകൊണ്ട് എല്ലാവരും മരിച്ചിരിക്കുന്നു. ഓൺ ബോർഡ്. എവിടെ ഉണ്ടായിരുന്ന ബോർഡ്, ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന 7 പേരും മരിക്കുകയും ചെയ്തു. ദി ഷട്ടിൽ, ആ വാഹനം, ലോസ്റ്റ് കോണ്ടാക്ട്, ബന്ധം നഷ്ടപ്പെട്ടു പോയി. എന്തുമായി കൊണ്ടുള്ള ബന്ധം? വിത്ത് നാസ, നാസയുമായി കൊണ്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത്? അബൌട്ട് 9 AM. മനസ്സിലായോ? 9 മണിക്ക്, രാവിലെ 9 മണിക്ക് വെച്ച് നാസയുമായി കൊണ്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അപ്പൊ ഏതായാലും നാസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് അറിയില്ല. അപ്പൊ ഏതായാലും ഷട്ടിൽ ലോസ്റ്റ് കോണ്ടാക്ട്, നമ്മുടെ നാസയുമായി കൊണ്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. അപ്പം നാസ എന്ന് പറഞ്ഞാൽ എന്താണ്? നാസ എന്ന് പറഞ്ഞാൽ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് പിന്നെ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഏത് നാസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ NASA, നാസ, അതിന്റെ ഷോർട്ട് ഫോം ആണ് നാസ. അപ്പൊ ഈ നാസയുമായി കൊണ്ടുള്ള ബന്ധം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. എപ്പോഴാണ് അത്? 1930. മനസ്സിലായോ? 7:30. IST എന്ന് പറഞ്ഞാല് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. മനസ്സിലായോ? IST. അപ്പോൾ ഇന്ത്യൻ സമയം എപ്പോഴാണ്? രാത്രി 7:30 അപകടം. 7 PM അപകടം സംഭവിച്ചത് ഇന്ത്യൻ സമയം. എപ്പോഴാണ്? ലാൻഡിങ്ങിന് വേണ്ടി, ഇറങ്ങാൻ വേണ്ടി വരുമ്പോഴായിരുന്നു അപകടം. It was flying, അതെന്തായിരുന്നു? പറക്കുന്നതായിരുന്നു. Attain altitude, ഒരു ഉയരത്തിൽ, altitude ഉയരം, ഒരു ഉയരത്തിൽ it was flying, അത് പറക്കുകയായിരുന്നു. Over 2 lakhs feet, ഏകദേശം 2 ലക്ഷം അടി ഉയരത്തിലായിക്കൊണ്ട്. മനസ്സിലായോ? ഏകദേശം 2 ലക്ഷം അടി ഉയരത്തിലായിക്കൊണ്ട് അത് പറക്കുകയായിരുന്നു. Traveling at over അതെന്ത് ചെയ്യുന്നു? ആറ്റിറ്റ്യൂഡ്, അതെന്ത് ചെയ്യുന്നു? ഒരു ഉയരത്തിൽ പറക്കുകയായിരുന്നു. ഓഫ് 2 lakhs, 2 ലക്ഷം ഫീറ്റ് അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു. ട്രാവലിംഗ്, അതെന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു. അറ്റ് ഓവർ 20,000 കിലോമീറ്റർ പെർ ഹവർ, മണിക്കൂറിൽ 20,000 കിലോമീറ്റർ വേഗതയിൽ. മനസ്സിലായോ? അപ്പോൾ ഒരു മണിക്കൂർ എന്ത് ചെയ്യുന്നു? ഒരു മണിക്കൂർ കൊണ്ട് 20,000 കിലോമീറ്റർ എന്ത് ചെയ്യുന്നു? അത് സഞ്ചരിക്കുന്നു. മനസ്സിലായോ? കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് 20,000 കിലോമീറ്ററുകൾ എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കും. അത്രത്തോളം മണിക്കൂറിൽ 20,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വേഗതയിൽ അത് സഞ്ചരിക്കുന്ന അവസ്ഥയിലായിരുന്നു. എപ്പോഴാണ് അത് 20,000 കിലോമീറ്റർ പെർ ഹവറിൽ കിട്ടുന്നത്? when it lost its contact with shuttle. മനസ്സിലായോ? അത് when ground control, മനസ്സിലായോ? അടിയിൽ നിന്നുള്ള കൺട്രോൾ lost, നഷ്ടപ്പെട്ടപ്പോൾ.
മനസ്സിലായോ? അടിയിൽ നിന്നുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള കൺട്രോൾ മനസ്സിലായോ? നാസയിൽ നിന്നുള്ള ആ കൺട്രോൾ ലോസ്റ്റ് കോണ്ടാക്ട് ബന്ധം നഷ്ടപ്പെട്ടു വിത്ത് ദി ഷട്ടിൽ ആ വാഹനവുമായിക്കൊണ്ട് അടി ഗ്രൗണ്ടിൽ നിന്ന് നാസയിൽ നിന്നുള്ള അതിന്റെ കൺട്രോൾ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ സമയത്താണ് എന്ത് 20,000 മണിക്കൂറിൽ 20,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? കൊളംബിയ ഹാഡ് ലിഫ്റ്റഡ് ഓഫ്. കൊളംബിയ എന്ത് ചെയ്തു? അത് ലിഫ്റ്റഡ് ഓഫ്. ലിഫ്റ്റഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ പാഠത്തിൽ എന്തുണ്ട്? ചോദ്യമുണ്ട് ഫസ്റ്റ് പേജിൽ. ലിഫ്റ്റ് ഓഫും ടേക്ക് ഓഫും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. ടേക്ക് ഓഫും ലിഫ്റ്റ് ഓഫും. അപ്പൊ ഈ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? വിമാനങ്ങളൊക്കെ ഉയർന്നു പോവല്ലോ, മനസ്സിലായോ? റോക്കറ്റ് വിമാനങ്ങളൊക്കെ ഉയർന്നു പോവില്ല. ഇതിനാണ് പറയാ ലിഫ്റ്റ് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറയുക. ലിഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാല് ഒരു പോയിന്റ്, മനസ്സിലാക്കുക? ഒരു പോയിന്റ്. ആ പോയിന്റിൽ എത്തിയാൽ എന്ത് ചെയ്യുന്നു? റോക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഗ്രൗണ്ടിൽ നിന്നുള്ള കൺട്രോൾ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടും. അതിനാണ് പറയാ ലിഫ്റ്റ് ഓഫ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പൊ ഗ്രൗണ്ടുമായിക്കൊണ്ടുള്ള ഭൂമിയുമായിക്കൊണ്ടുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ സ്ഥലത്തിനിക്കാണ്, ആ പോയിന്റിനിക്കാണ് എന്താ പറയാ ലിഫ്റ്റ് ഓഫ് എന്ന് പറയുക. അപ്പൊ ലിഫ്റ്റഡ് ഓഫ് ഇങ്ങനെയുള്ള ഭൂമിയുമായിക്കൊണ്ടുള്ള അതിന്റെ കൺട്രോൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഓൺ 16 ജനുവരി 2030. മനസ്സിലായോ? ജനുവരി 16 2003 ജനുവരി 16 ജനിക്കുന്നു. അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനസ്സിലായോ? അതെന്ത് ചെയ്യുന്നു? 2003 ജനുവരി 16 ഈ വാഹനം ഭൂമിയുമായി കൊണ്ടുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഗുരുത്വാകർഷണ ബലം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനസ്സിലായോ? അഥവാ അത് പോയിരിക്കുന്നു. മനസ്സിലായോ? ബഹിരാകാശത്തേക്ക് കുതിച്ചു പോയിരിക്കുന്നു. ഫ്രം ദി കെന്നഡി സ്പേസ് സെന്റർ. മനസ്സിലായോ? കെന്നഡിയിലെ ആ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ഈ നമ്മുടെ കൊളംബിയ എന്ന വാഹനം ബഹിരാകാശ ദൗത്യത്തിനായി കുതിച്ചു പായുന്നത്. ഫ്ലോറിഡ എന്ന സ്ഥലത്തുള്ള, കെന്നഡി എന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഫ്ലോറിഡ, അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സ്ഥിതി ചെയ്യുന്ന കെന്നഡി സ്പേസ് കേന്ദ്രത്തിൽ വെച്ചാണ് ഈ കൊളംബിയ യാത്ര പുറപ്പെടുന്നത്. ഇറ്റിഹാഡ് സ്റ്റേഡ് അതെന്ത് ചെയ്യുന്നു? താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റിഹാഡ് സ്റ്റേഡ് ആ കൊളംബിയ താമസിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? ഇൻ ഓർബിറ്റ്, ഭ്രമണപഥത്തിൽ. മനസ്സിലായോ? ഭ്രമണപഥത്തിൽ അത് താമസിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം? ഫോർ 16 days, 16 ദിവസം. 14 ദിവസവും പിന്നെ 14 ദിവസത്തോളം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, തങ്ങിയിരുന്നു ഈ കൊളംബിയ എന്ന വാഹനം. ആൻഡ് 7 member crew, ഈ 7 ജോലിക്കാരും കണ്ടക്ടഡ് 80 experiments. അപ്പോൾ 7 ജോലിക്കാരും ഈ വാഹനത്തിലെ ജോലിക്കാരും കണ്ടക്ടഡ് അവരെന്തായിരുന്നു? നടത്തിയിട്ടുണ്ടായിരുന്നു. എത്ര? 80 experiments, 80 പരീക്ഷണങ്ങൾ. 80 പരീക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു? അവര് നടത്തിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ? ബിഫോർ ഇറ്റ് ബിഗൻ ഇറ്റ്സ് ഡൗൺവാർഡ് ജേർണി. മനസ്സിലായോ? ബിഫോർ എന്തിനു മുമ്പ്? ബിഫോർ മുമ്പ്. ഇറ്റ് ബിഗൻ ഇറ്റ്സ് ഡൗൺവാർഡ് താഴോട്ടേക്കുള്ള ജേർണി അഥവാ തിരിച്ചു വരുന്നതിന് മുമ്പ് 80ഓളം പരീക്ഷണങ്ങൾ അവിടെ വെച്ച് അവിടെയുള്ള 7 ജോലിക്കാരും വെച്ച് 80 പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വിച്ച് എൻഡഡ്, ആ യാത്ര എങ്ങനത്തെ യാത്ര? വിച്ച്, ആ യാത്ര എങ്ങനത്തെ യാത്ര? വിച്ച് എൻഡഡ്, ആ യാത്ര എന്തായിരിക്കുന്നു? അവസാനിച്ചിരിക്കുന്നു. പിന്നെ ട്രാജഡി, ഒരു ദുരന്തമായിക്കൊണ്ട് അത് അവസാനിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് 80ഓളം പരീക്ഷണങ്ങൾ അവര് അവിടെ വെച്ച് നടത്തിയിരുന്നു. This was Columbia's 28th space flight. മനസ്സിലായോ? This was, ഈ യാത്രയായിരുന്നു, ഈ അവസാനിച്ച യാത്രയായിരുന്നു, ദുരന്തത്തിലായിക്കൊണ്ട് അവസാനിച്ച യാത്രയായിരുന്നു എന്ത്? കൊളംബിയാസ് 28th, കൊളംബിയയുടെ 28ാമത്തെ ഫ്ലൈറ്റ്. ആ
ആകാശ യാത്രയായിരുന്നു. കൊളംബിയ എന്ന വാഹനത്തിന്റെ 28ാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഏത്? അന്ന് അവർ ദുരന്തത്തിലായിക്കൊണ്ട് അവസാനിച്ച ആ യാത്ര. And the shuttle was said. ആ ഷട്ടിലിനെ കുറിച്ച്, ആ വാഹനത്തെ കുറിച്ച് സെഡ് പറയപ്പെടുന്നു. മനസ്സിലായില്ലേ? ആ വാഹനത്തെ കുറിച്ച് പറയപ്പെടുന്നു ടു ബി ഗുഡ്. അതെന്താകുന്നു? വളരെ നല്ലതാകുന്നു. എന്തിനിക്ക്? ഫോർ 100 ഫ്ലൈറ്റ്സ്. 100 യാത്ര, 100 ആകാശ യാത്ര നടത്താൻ മാത്രം അത് നല്ല കപ്പാസിറ്റി ഉള്ളതായിരുന്നു ഏത്? ആ കൊളംബിയ എന്ന വാഹനം. അപ്പൊ കൽപ്പന ചൗള സെഡ് പറയപ്പെടുന്നു. കൽപ്പന ചൗള സെഡ് പറഞ്ഞു എന്ത്? ദാറ്റ് എന്തെന്നാൽ ഷീ നെവർ ഡ്രീംഡ്, അവൾ ഒരിക്കലും ഡ്രീംഡ് സ്വപ്നം കണ്ടിരുന്നില്ല എന്ന് പറയുമായിരുന്നു. കൽപ്പന ചൗള പറഞ്ഞു എന്ത്? ഷീ നെവർ ഡ്രീംഡ്, അവൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ആസ് എ ചൈൽഡ് ഇൻ കർണാൽ. കർണാൽ എന്നത് ഹരിയാനയിലെ ഒരു സ്ഥലമാകുന്നു. മനസ്സിലായോ? ഹരിയാനയിലെ കർണാൽ എന്നതിലുള്ള ആസ് എ ചൈൽഡ്, ഒരു കുട്ടി, കർണാൽ എന്ന സ്ഥലത്തിലുള്ള ഒരു കുട്ടി എന്ന നിലയ്ക്ക് അവൾ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. ദാറ്റ് എങ്ങനത്തെ? she would cross the frontiers of space. ബഹിരാകാശത്തിന്റെ ഫ്രണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിർത്തി, ബഹിരാകാശ അതിർത്തികൾ കടക്കുമെന്ന്, ക്രോസ് മുറിച്ച് കടക്കുമെന്ന് അവൾ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. she would cross the frontiers of space. ബഹിരാകാശ അതിർത്തി കടന്നു പോകുമെന്ന് അവൾ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. it was enough. വളരെ മതിയായതായിരുന്നു. ഇത് മതിയായതായിരുന്നു എന്ത്? that എന്നാൽ her parents, അവളുടെ മാതാപിതാക്കൾ allowed her, അവളെ എന്ത് ചെയ്തു? അവൾക്ക് അനുവദിച്ചു കൊടുത്തു. അവളെ അനുവദിച്ചു എന്തിനിക്ക്? to attend engineering college. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ അവളെ അനുവദിച്ചു കൊടുത്തു. ഇതെന്തായിരുന്നു? മതിയായതായിരുന്നു. it was enough. ഇത് മതിയായതായിരുന്നു. എന്താണ് മതിയായത്? her parents, അവളുടെ മാതാപിതാക്കൾ allowed her, അവൾക്ക് അനുവാദം നൽകി എന്തിനിക്ക്? to attend an engineering college. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ അവൾക്ക് അവസരം നൽകി കൊടുത്തു, സമ്മതം കൊടുത്തു. after she graduated from Tagore school. ടാഗോർ സ്കൂളിൽ നിന്നും അവൾ ബിരുദം നേടിയതിനു ശേഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനുള്ള സമ്മതം മാതാപിതാക്കൾ അവർക്ക് നൽകി. ഗ്രാജുവേറ്റഡ് എന്ന് പറഞ്ഞാൽ ബിരുദം നേടുക, ഗ്രാജുവേറ്റ് ബിരുദം നേടുക. ഫ്രം ടാഗോർ സ്കൂൾ, ടാഗോർ സ്കൂളിൽ നിന്നും ബിരുദം നേടിയതിനു ശേഷം എഞ്ചിനീയറിംഗ് കോളേജിൽ അറ്റൻഡ് ചെയ്യാൻ അവൾക്ക് സമ്മതം നൽകി. ഇതെന്തായിരുന്നു? അതിനൊക്കെ മതിയായതായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരിക്കും പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.